ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. 3 പേരുണ്ടല്ലോ, അനക്കൊന്നും ഇല്ലല്ലോ, എല്ലാരും പോയോ? കിങ്ങി മേപ്പോട്ട് നോക്കി നിക്കുന്ന എന്തുവാ? ശിവാമി ചേച്ചിക്ക് കോൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മറ്റേ ബ്ലാക്ക് ആയിട്ട് കാണിച്ചേട്ടോ. ഇനിയും ചേച്ചി വരുമ്പോ എക്കോ ആയിട്ട് വരുമായിരിക്കും. അല്ലല്ലോ, ഞങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും വിളിക്കും കേട്ടോ. ഒന്നി എന്നെ ഒന്നി ചേച്ചി, ഞങ്ങൾ രണ്ടുപേരെ ഒരാളാ വിളിച്ചിരിക്കുന്നു. ചേച്ചി വന്ന ആരേച്ചി? ചേട്ടനാന്നോ വിളിച്ചേ? എനിക്ക് തോന്നി ഞാനിത് ലൈവിൽ പറയുമായിരുന്നു, നമ്മൾ എന്ന് ലൈവ് ചെയ്താലും ഒന്നെങ്കിൽ എന്നെ ഒരാൾ വിളിക്കും, ഇല്ലെങ്കിൽ ചേച്ചി ഒരാൾ വിളിക്കും. അതാ 2 മണിയാവാറായി. ഓ മേലെ ഇപ്പൊ 3 പേരായി കേട്ടോ. പക്ഷെ കിങ് മാത്രമേ മെസ്സേജ് അയക്കുന്നുള്ളൂ. ശരി, കിങ്ങി മാത്രമേ മെസ്സേജ് അയക്കുന്നുള്ളൂ കേട്ടോ. കിങ്ങി എനിക്കൊന്ന് ഇന്ന് ആദ്യമായിട്ടാ മെസ്സേജ് അയക്കുന്നത്, എന്നിട്ട് ഇത്ര സപ്പോർട്ടൊക്കെ ചെയ്തല്ലോ, ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. കിങ്ങെ കുഞ്ഞിപ്പെണ്ണ് നിളയും കൂടെ ഒന്ന് അന്വേഷിച്ചൊന്ന് സബ് ചെയ്തേക്കണം. എന്തിനാന്നറിയാമോ, ഞാൻ ലൈവ് ഇടുമ്പോ ഇവരാരെങ്കിലൊക്കെ ഒന്ന് കണ്ടിട്ട് കേറാൻ വേണ്ടിട്ടാ. കുഞ്ഞിപ്പെണ്ണ് ഇടയ്ക്ക് ലൈവ് ചെയ്യും. കിങ്ങിനോട് അത് പറഞ്ഞ ഇച്ചിരി ലൈവില് കുറച്ച് ആൾക്കാരെ ആക്കി കൊടുക്കണേ. ചേച്ചി ലൈവ് ചെയ്യുമ്പോ അങ്ങനെ ആൾക്കാരൊന്നും വരുന്നില്ല, അപ്പൊ കിങ്ങി ഒന്ന് ആക്കി കൊടുക്കണേ. അതുകൊണ്ടാ കിങ്ങ എന്റെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തിട്ടേക്ക്. അപ്പൊ ഞാൻ അഥവാ ലൈവ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. ഞാൻ കഞ്ഞി കുടിക്കുക. ഓക്കെ, കഞ്ഞി നല്ലതാണല്ലോ. കഞ്ഞിയും അച്ചാറും ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ, കുശാലാണല്ലോ. അയ്യോ, മറ്റേ ലൈവ് പോയോ? ഇപ്പൊ 1 മിനിറ്റ് എന്നാണല്ലോ കാണിക്കുന്നേ. എനിക്ക് 18 സെക്കൻഡ് ഉണ്ട്. അത് കോള് വന്നിട്ട് പോകുമ്പോ അങ്ങനെ കാണിക്കുന്ന ചേച്ചി. മുമ്പ് എനിക്ക് ഇത് ഉണക്കായിരുന്നു. അയ്യോ, പാർവതിക്ക് അനക്കമില്ലേ? കൊണ്ടാണോ കഞ്ഞി? കൊള്ളാമല്ലോ. പനി ആയതുകൊണ്ട് പാവം കഞ്ഞിയെ ആശ്രയിച്ചില്ലയോ? ഞാനും പനിയാണെങ്കിൽ ഇവിടെ കഞ്ഞിയാ. എനിക്ക് അങ്ങനൊന്നും ഇല്ല. പനിയാന്നല്ലേ അല്ലേലും ഞാൻ ഉള്ളത് ഞാൻ കഴിക്കും. അങ്ങനല്ല, പനിയാകുമ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്തോണ്ട് കഞ്ഞി അങ്ങ് വെക്കും. അല്ലെങ്കിൽ ചേട്ടൻ പനിയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ചേട്ടൻ കഞ്ഞി വെച്ച് തരും, അല്ലെങ്കിൽ ചേട്ടൻ കടയിൽ നിന്ന് മേടിക്കും. ഒന്നും ചെയ്യുമൊന്നും വേണ്ട. ഞങ്ങൾ 2-3 പേരല്ലേ ഉള്ളൂ. പിന്നെ എന്താ വേണം? ആരും ഇല്ല കേട്ടോ, നമ്മള് മാത്രമേ ഉള്ളു. കരയുന്നു, കഷ്ടം. അയ്യോടാ, അതെങ്ങനെ ഈ സ്റ്റിക്കർ ഒക്കെ എടുക്കുന്നത്? നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനേ. അതാ, നമ്മക്കൊന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പോ ഇതിനകത്ത് ലൈവിലോട്ടൊക്കെ കേറി വന്ന് ഇത് അവരൊക്കെ എപ്പോഴും ലൈവിലൊക്കെ കേറി എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ. ഇനി അടുത്ത ലൈവർ ആരാ? പാർവതി. അയ്യോ, എനിക്ക് വയ്യ എന്റെ ദൈവമേ. ചേട്ടന്ന് പറഞ്ഞ കണക്ക് മറ്റേ ലവറുടെ കണക്കങ്ങ് തുടങ്ങണം. നാഗച്ചേച്ചിയോ? പാവം നാഗച്ചേച്ചി. പാവം നാഗച്ചേച്ചി, കഷ്ടം. അയ്യോ അയ്യോ. പിന്നെ ഒരാളെ ഉള്ളല്ലോ. ആരാ? ഇൻവിസിബിൾ മാൻ ആണോ അതോ കിങ് ആണോ? ഒരാളോ? 2 പേര് വന്നല്ലോ. കിങ്ങിന്റെ അനക്കൊന്നും ഇല്ല. ഇടിയും മഴയും ഒന്നും കണ്ടില്ലല്ലോ, തിരക്കായിരിക്കും. ഇന്നലെ നമ്മള് ലൈവ് ചെയ്തപ്പോ പറഞ്ഞില്ലേ, ചിലപ്പോഴേ നാളെ ലൈവ് വരത്തോളം എന്നൊക്കെ പറഞ്ഞില്ലേ. സ്റ്റിക്കർ റൈറ്റ് സൈഡ് ഓപ്ഷൻ ഉണ്ടെന്ന്. എനിക്ക് നോക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഉണ്ടോ? ഇല്ല, എനിക്കും അറിയത്തില്ല.